തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ തപസ്സിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ, ചിത്തം ശിവമയമാക്കിയാൽ തപം വേണ്ട, ചിത്തം ശിവാനന്ദമായാൽ നിലച്ചിരിക്കും, ചിത്തം ശിവായമായി തീർന്നാൽ സിദ്ധിമുക്തി ലഭിക്കും, ചിത്തം പിൻ ശിവമാവതേ തപോഫലമാകും, കണ്ടേ ഞാൻ ഗുരുപദത്തെ അരുളിനാൽ തപം ചെയ്തു, കണ്ടേ ഞാൻ ശിവഗതിയെ തേടി തപസ് ചെയ്തു, തന്നിന്ദ്രിയങ്ങൾ ഇരിക്കുന്നതേ തപസാമിന്ദ്രിയത്തോട് ചേർന്നാൽ ലോകങ്ങൾ പലതും കാണാം, ശാസ്ത്രം പഠിച്ചിടാത്തോർ വൈരാഗ്യമാവൃതത്തോട് ആസ്തയാ തൻ തപസ്സു ചെയ്തിടുകില്ല മന്നിൽ, ആറ്റിൽ കിടക്കാൻ 5 മുതല പോയി മലയിലെത്തി കാടിതൻ കൂട്ടിൽപ്പെട്ട കഥ പോൽ ഭവത്തിൽ വീഴും. ഇതാണ് തിരുമൂലദേവൻ ഈ കാണ്ഡത്തിൽ നമ്മളോട് പറയുന്നത്. നോക്കൂ, ചിത്തം ശിവമാക്കിയാൽ തപസ് വേണ്ട, ചിത്തത്തെ ശിവമയമാക്കണം. ചിത്തം ശിവമയമായി തീർന്നാൽ, ചിത്തത്തിൽ ശിവദർശനം നിറഞ്ഞാൽ, ശിവസാക്ഷാത്കാരം കിട്ടിയാൽ പിന്നെ തപസ് വേണ്ട. അപ്പോൾ ലക്ഷ്യസ്ഥാനമായ ശിവസിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തപസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചിത്തത്തെ ശിവമയമാക്കുക, ചിത്തം നിറയെ ആദ്യം ശൂന്യമാകുക, ആ ശൂന്യതയിലേക്ക് ശിവചിന്ത നിറയ്ക്കുക. അങ്ങനെ ശിവദർശനത്താൽ ചിത്തം ശാന്തമായി ശിവമയമായി മാറും. അപ്പോൾ പിന്നെ തപസ്സിൻ്റെ ആവശ്യമില്ല. ചിത്തം ശിവാനന്ദമായാൽ നിലച്ചിരിക്കും. അപ്പോൾ ചിത്തത്തിൽ നിറയെ ആനന്ദമായിരിക്കും, ശിവാനന്ദമായിരിക്കും. അതിനാണ് ശിവാനന്ദ ലഹരി എന്ന് പറയുന്നത്. ചിത്തം നിറയെ ശിവാനന്ദ ലഹരി കൊണ്ട് നിറഞ്ഞാൽ പിന്നെ തപസ് വേണ്ട. പിന്നെ ചിത്തം ശിവമായിടുന്നതേ സിദ്ധിമുക്തി. ചിത്തം ശിവമായി മാറിക്കഴിഞ്ഞാൽ, ചിത്തത്തിൽ ശിവദർശനം കിട്ടിക്കഴിഞ്ഞാൽ, എപ്പോഴും ശിവദർശനത്തിൽ തന്നെ ശിവചിന്തയിൽ തന്നെ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എല്ലാ സിദ്ധികളും ലഭിക്കും. മാത്രമല്ല ശിവമുക്തിയും ലഭിക്കും, ശിവലോകം പ്രാപിക്കാൻ കഴിയും. ചിത്തം പിൻ ശിവമാവതേ തപോഫലമാകും. തപസ്സിൻ്റെ ഫലമാണ് ചിത്തം ശിവമായി മാറുക എന്നുള്ളത്. അപ്പോൾ തപസ് എന്നുള്ളത് മാർഗമാണ്. ആ മാർഗത്തിലൂടെ ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചിത്തത്തെ ശിവമയമാക്കി മാറ്റാൻ പറ്റും. കണ്ടേൻ ഗുരുപദത്തെ അരുളിനാൽ. അങ്ങനെ തപം ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? ഗുരുപദത്തെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. തപസ്സിൻ്റെ അവസാനം, തപസ്സിൻ്റെ ലക്ഷ്യമായ ഗുരുപദത്തെ, ശിവപദത്തെ ഞാനിതാ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ശിവ ഒളിയെ ഞാൻ ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിവദർശനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിവപ്രകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതായത് ശിവത്തിൻ്റെ 3 ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതൊക്കെ? അസ്ഥി, ഭാതി, പ്രിയം. അത് 3ഉം എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനുണ്ട്, ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല, ശാശ്വതനാണ് എന്നുള്ള സത്യം എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ശിവപാദം കൺകുളിർക്കെ കണ്ടതോടുകൂടി ഞാൻ അസ്ഥി എന്ന അവസ്ഥയിലേക്ക് എത്തി. പിന്നെ ഭാതി, പ്രകാശമാണ് ഞാൻ, ശിവപ്രകാശമാണ് ഞാൻ, ശിവ ഒളിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ പ്രിയം, ശിവപ്രേമമാണ് ഞാനെന്ന് മനസ്സിലാക്കി. അങ്ങനെ ശിവസ്നേഹം, അൻപേ ശിവം, ഞാൻ അൻപേ ശിവമാണെന്നും മനസ്സിലാക്കി. ഈ 3 അവസ്ഥകളും എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളെയെല്ലാം ഞാൻ കീഴടക്കി. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഇപ്പോൾ എന്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു? ശിവമയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിപ്പോൾ ശിവബോധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ തന്നെ ഞാൻ ശിവബോധത്തിൽ നിറച്ചു. ശാസ്ത്രം പഠിച്ചിടാത്തോർ വൈരാഗ്യമാവൃതത്തോട് ആസ്തയാ തൻ തപസ് ചെയ്തിടില്ല മന്നിൽ. അപ്പോൾ ശാസ്ത്രദർശനം സ്വന്തമാക്കണം. അങ്ങനെ വൈരാഗ്യം സമ്പാദിക്കണം. എന്തിനാണ് ഈ ശാസ്ത്ര പഠനങ്ങൾ?
വൈരാഗ്യം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വൈരാഗ്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ തപസ്സിൻ്റെ ഫലം ലഭിക്കും. പിന്നെ തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആറ്റിൽ കിടക്കാൻ അഞ്ചി മുതല പോയി മലയിലെത്തി കാടിതൻ കൂട്ടിൽപ്പെട്ട കഥ പോൽ ഭവത്തിൽ വീഴും. ഇനി ഇങ്ങനെ ചെയ്യാത്തവർ, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുന്നവർ, മായയുടെ പിന്നാലെ പാഞ്ഞു പോകുന്നവർക്ക് എന്താണ് സംഭവിക്കുക? ആറ്റിൽ കിടക്കാൻ അഞ്ചി, ആറ്റിലെ വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി ആഗ്രഹിച്ച മുതല യാത്ര ചെയ്ത് അവസാനം എവിടെയാണ് എത്തുന്നത്? മലയിലെത്തി കാടാകുന്ന കൂട്ടിൽപ്പെട്ട കഥ പോൽ ഭവത്തിൽ വീഴും, ഈ ജീവിതസാഗരത്തിൽ വീഴും. അപ്പോൾ മുതല വെള്ളത്തിൽ കിടക്കാനാണ് ആഗ്രഹിക്കുന്നത്. കരയിൽ നിന്ന് അത് ആറ്റിലെ വെള്ളം ആഗ്രഹിച്ച് യാത്ര ചെയ്ത് മുതലായി എവിടെയാണ് എത്തിച്ചേരുന്നത്? കാടെന്ന മഹാവനത്തിലാണ്. സംസാരമാകുന്ന മഹാവനത്തിൽ ജീവൻ പെട്ടുപോകുന്നു. അപ്പോൾ സന്തോഷം ആഗ്രഹിച്ച്, സുഖം ആഗ്രഹിച്ച് ജീവൻ എന്തു ചെയ്യുന്നു? യാത്ര ചെയ്ത് സുഖമാകുന്ന വെള്ളത്തിൽ കഴിയാൻ കഴിയുമെന്നാണ് വിചാരം. പക്ഷേ അത് ചെന്ന് പെടുന്നത് എവിടെയാണ്? മലയിലെ മഹാകാട്ടിലെ കൂട്ടിലാണ് ആ ജീവൻ ചെന്ന് പെടുന്നത്. ഇതാണ് അങ്ങനെ ജീവിതമാകുന്ന മഹാവനത്തിൽപ്പെട്ട് ജീവന്മാർ ദുഃഖിക്കുന്നു. അപ്പോൾ തപസ് ചെയ്യാത്തവർ, വൈരാഗ്യം നേടാത്തവർ എന്താണ് സംഭവിക്കുന്നത്? കാടാകുന്ന മഹാകൂട്ടിൽപ്പെട്ട് രക്ഷപ്പെടാനാകാതെ അവിടെ ഭവവനത്തിൽപ്പെട്ട് അവർ നശിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇത് പറയുന്നതാണ് തപസ്സാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യം, മാർഗം. ആ തപോമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ശിവബോധത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ ശിവബോധത്തിൽ എത്തിച്ചേരാത്തവർ ഇന്ദ്രിയങ്ങളുടെ അടിമയായി, മായയുടെ അടിമയായി, മായയിൽപ്പെട്ട് അവർ വനത്തിൽ കഴിയുന്ന മുതലയെപ്പോലെ ബന്ധനസ്ഥരായി കഴിയേണ്ടി വരും എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈരാഗ്യമാണ്. ഇന്ദ്രിയങ്ങളെ വരുതിയിൽ നിർത്തുക എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ വരുതിയിൽ നിർത്തിയാൽ മാത്രമേ തപസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആ തപസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ മാർഗത്തിലൂടെ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനമായ ശിവബോധത്തിൽ, സായുജ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഇത് വളരെ വ്യക്തമായിട്ട് സാധു ഗോപാലസ്വാമി അരുൾമൊഴികളിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കാണാം. വളരെ ടച്ചിങ് ആണ് ആ രംഗം. നമുക്കത് നോക്കാം. സാധു ഗോപാലസ്വാമി ഒരു സദസ്സിൽ ഏതാനും ചില സാധകർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത ദിവ്യ ഉപദേശമാണിത്. ഈ ഉപദേശം ശരിക്കും ദക്ഷിണാമൂർത്തിയുടെ ഉപദേശമാണ്. സനകാദികൾക്ക് പറഞ്ഞു കൊടുത്ത ആ ദിവ്യ രഹസ്യം സാധു ഗോപാലസ്വാമികൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. നോക്കൂ, മായയാൽ തോന്നപ്പെടുന്ന പ്രപഞ്ചത്തെ നിഷേധിക്കണമെന്നില്ല. മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇവിടെ വൃത്തി കൊണ്ട് ഏത് വിധത്തിൽ അതിന് ഏറ്റവും സമീപത്തിരിക്കുന്ന ഒരു എള്ളിനെ കാണാൻ സാധിക്കാതിരിക്കുന്നുവോ, അതേപോലെ നമുക്ക് യാഥാർത്ഥ്യത്തെ അറിയാൻ സാധിക്കുന്നില്ല. ഒരു പുളിങ്കുരുവിൽ അത് നട്ടാൽ കുരുത്തു വരുന്നതായ മരവും പിന്നീടുള്ള പൂവും കായും കൊമ്പുകളെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഏത് ഭാഗത്ത് പൂവാകാനുള്ള അംശം ഇരിക്കുന്നു, ഏത് ഭാഗത്ത് കൊമ്പുകളാകാനുള്ള അംശം ഇരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടേ ആ കുരുവിനകത്തുള്ള മരത്തിൻ്റെ കാരണാംശം നശിപ്പിക്കാൻ സാധിക്കുമെന്നില്ലല്ലോ. അതിനെ ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ അത് നശിപ്പിക്കും. അതിനെ ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ അത് നശിക്കും. പിന്നെ എവിടെ കുഴിച്ചിട്ടോ എന്ത് വെള്ളം വച്ചാലും ഒരു മണ്ണിലും അത് വളരില്ല. അതേപോലെ ചൂട് കൊണ്ട് അഹങ്കാരം, ബുദ്ധി, ചിത്തം, മനസ്സ് എന്നിവ പ്രപഞ്ചമായിട്ട് വളരുന്നുവോ ആ അനാശാസ്യമായ വളർച്ചയെ തടയുവാൻ സാധിക്കും. അപ്പോൾ ചൂട് കൊണ്ട് എങ്ങനെയാണോ അഹങ്കാരത്തെ നശിപ്പിക്കുന്നത്, അതേപോലെ തപസ് കൊണ്ട് ഈ അഹങ്കാരത്തെ മുഴുവൻ നശിപ്പിക്കുക എന്നാണ് പറയുന്നത്.
അഗ്നി ഉണ്ടാക്കുവാൻ സാധിക്കില്ല. ഈ ചൂടിലെ അഗ്നിയെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. തനിയെ ഉണ്ടാവണം. കണ്ടോ, അതാണ് തനിയെ വന്നം. അതുണ്ടാകുന്നത് ഈശ്വരകാരുണ്യം കൊണ്ടും ഗുരുകടാക്ഷം കൊണ്ടും മാത്രം. വിവേകം കൊണ്ട് ആന്തരവൃത്തിയിൽ വിവേചനവും ബഹിർവൃത്തികളിൽ സാവധാനത്വവും ഉണ്ടാകുമ്പോൾ ഈശ്വരകാരുണ്യവും ഗുരുകടാക്ഷവും തനിയെ ഉണ്ടാവും. ഗുരുകടാക്ഷമുണ്ടാവുമ്പോൾ വിവേചന സാവധാനാദികളും ഈശ്വരകാരുണ്യവും ഉണ്ടാകും. ഈശ്വരകാരുണ്യം കൊണ്ട് ഗുരുവിൻ്റെ അമിതമായ കടാക്ഷം കൊണ്ടും അദ്ദേഹത്തിന് ഉണ്ടായുള്ള സാക്ഷാത്കാര അനുഭൂതി വിതരണം ചെയ്യുന്ന അവസരത്തിൽ ശബ്ദരൂപമായി ആ സാക്ഷാത്കാരം ശ്രവണം കൊണ്ട് ആത്മാകാര വൃത്തിയെ ഉണ്ടാക്കുന്നു. പരമശിവൻ ദക്ഷിണാമൂർത്തി ഇതാണ് സനകാദികൾക്ക് ഉപദേശിച്ചത്. അപ്പോൾ ചൂട് എന്ന് പറയുന്ന തപസ് അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ തന്നെ അത് സ്വയം വളരണം. അതിനെന്ത് വേണം? ഗുരുകടാക്ഷം, ഗുരുകൃപ കൂടിയേ കഴിയൂ. ഗുരുകടാക്ഷവും ഈശ്വരകാരുണ്യവും കൂടിയേ കഴിയൂ. അങ്ങനെ ഈശ്വരകാരുണ്യവും ഗുരുകടാക്ഷവും ആകുമ്പോൾ നിറയുമ്പോൾ ഉള്ളിൽ ചൂട് പിടിക്കുകയും ആ ചൂട് പിടിച്ച അഗ്നിയിൽ നിന്ന് സംസാരമാകുന്ന വിത്ത് വറുത്ത ചൂടായി നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംസാരമാകുന്ന വിത്ത് ഇല്ലാതാകുമ്പോൾ ശിവബോധം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് മനുഷ്യന് വേണ്ടത് എന്താണ്? ഈശ്വരകാരുണ്യവും ഗുരുകൃപയുമാണ്. ഈശ്വരകാരുണ്യം കൊണ്ടും ഗുരുകൃപ കൊണ്ടും മാത്രമേ നമ്മുടെ ഉള്ളിൽ തപസ്സിൻ്റെ ചിന്ത തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ഈശ്വരമാർഗത്തിലേക്ക് തിരിയണമെങ്കിൽ, ആസ്തിക്യബോധത്തിലേക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരകൃപയും വേണം, ഗുരുകൃപയും വേണം. അത് രണ്ടും ഒന്ന് തന്നെ. ഈ കൃപ, ഈ കാരുണ്യം, ഈ അരുളുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശിവചിന്ത നിറഞ്ഞ് അവസാനം വൈരാഗ്യത്തെ സൃഷ്ടിക്കുന്നു. ഇതാണ് ഇവിടെ സാധു ഗോപാലസ്വാമി വിശദീകരിക്കുന്നത്. ഇത് ഭഗവാൻ ദക്ഷിണാമൂർത്തി സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുത്ത സത്യമാണ്. ആ സത്യത്തെയാണ് സാധു ഗോപാലസ്വാമി ഇപ്പോൾ നമുക്ക് വേണ്ടി വിവരിക്കുന്നത്.